നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫോണിൻ്റെ യൂസർ റിവ്യൂ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. റെഡ്മിയുടെ 9 പവർ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഫോൺ ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ ഫോണിനകത്ത് തോന്നിയ പോസിറ്റീവായ കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവായ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഫോണിനകത്ത് എനിക്ക് തോന്നിയ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇരിക്കുന്നത് 4GB 64GB സ്റ്റോറേജിൻ്റെ ഒരു വേരിയൻ്റാണ്. 4GB റാം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഈ ഫോണിന് യാതൊരു വിധത്തിലുള്ള ലാഗുമില്ല. ഞാൻ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യണം. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ യാതൊരു പ്രോബ്ലവും എനിക്ക് ഈ ഒരു പെർഫോമൻസ് സംബന്ധിച്ച് വന്നിട്ടില്ല. പ്രോസസ്സർ ആണെങ്കിലും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഡ്രോബാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഈ ഒരു പ്രോസസ്സറും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഈ ഒരു ഫോണിനകത്തില്ല. പ്രത്യേകിച്ച് ഡിസൈനെ പറ്റി പറയുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ റെഡ്മി കൊടുത്തിട്ടുള്ളത്. ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ 48 മെഗാ പിക്സലിൻ്റെ അടിപൊളി ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ കൊള്ളാവുന്ന ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു ക്യാമറയിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ക്യാമറ തന്നെ ഈ ഫോൺ കൊടുക്കുന്നുണ്ട്. വേറെ യാതൊരു തരത്തിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല. ബാറ്ററി എന്ന് പറയുമ്പോൾ 6000 mAh ബാറ്ററി വാങ്ങിയതിൻ്റെ അന്നുണ്ടായിരുന്ന അതേ ബാറ്ററി ബാക്കപ്പ് ഇപ്പോഴും ഈ ഫോൺ നൽകുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടില്ല. പറയത്തക്ക അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോണിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത് പറയാൻ വരുന്നതേ ഉള്ളൂ. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്ഡേറ്റ് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം സിം ഇടുന്ന സമയത്ത് ഫോണിനകത്ത് റേഞ്ച് പിടിക്കുന്നില്ല. ഒരു കടയിൽ സർവീസ് സെൻ്ററിൽ കാണിച്ച സമയത്ത് നെറ്റ്വർക്ക് IC പോയി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ സർവീസൊന്നും കൊടുക്കാൻ നിന്നില്ല, കാരണം ഉപയോഗിക്കാൻ വേറെ ഫോൺ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇത് സർവീസ് ചെയ്തില്ല. നെറ്റ്വർക്ക് IC പോയി എന്നാണ് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്ത് ഉടനെ പിന്നീട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് റേഞ്ച് കാണിക്കുന്നില്ല. സിം കാണിക്കുന്നുണ്ട്, സിമ്മിൻ്റെ റേഞ്ച് പിടിക്കുന്നില്ല ഈ ഫോൺ. അതിൻ്റെ നെറ്റ്വർക്ക് IC പോയി എന്നാണ് സർവീസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അപ്ഡേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോണായിട്ട് ഉപയോഗിക്കാം. ഒരു കിട്ടില്ല ഫോൺ. ഈ ഒരു ഇത് അന്ന് വാങ്ങിച്ച സമയത്ത് 13,000 രൂപ മറ്റുമായിരുന്നു. 13,000 രൂപയ്ക്ക് ഇത് ഒരു മികച്ച ഒരു ഫോണായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്യരുത്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു മൊബൈലാണിത്. യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു നെഗറ്റീവ് ഉണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അത് അത്ര കണ്ടങ്ങോട്ട് റെസ്പോൺസീവ് അല്ല. ചില സമയത്തൊക്കെ ഫിംഗർ വയ്ക്കുന്ന സമയത്ത് അത് റീഡാവാൻ കുറച്ചൊന്ന് താമസമുണ്ട്. നിങ്ങളായിട്ട് നോക്കാം. ഞാൻ ഇപ്പോൾ ഫിംഗർ വയ്ക്കുകയാണ്, കണ്ടോ, വെച്ച ഒരു ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഇല്ല, കണ്ടോ, വെച്ചിട്ട് ഒരു കുറച്ചൊരു ലാഗ് വരുന്നുണ്ട്, കണ്ടോ. ഇപ്പോൾ റീഡായതേ ഇല്ല, റീഡാവുന്നില്ല. ചില സമയത്ത് ഉണ്ടോ, ഇപ്പോൾ ഇപ്പോൾ റീഡായി. അതാണ് ചില സമയത്തൊന്നും ഫിംഗർ പ്രിൻറ്റ് റീഡാകുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസറിന് ചെറിയ പ്രശ്നം. നമ്മളിപ്പോൾ വാട്സാപ്പിൻ്റെ ഓഡിയോ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് സ്ക്രീൻ അണഞ്ഞിട്ട് ഓഡിയോ ഇതിൽ കൂടെ കേൾക്കാനുള്ളതാണ്. അതുപോലെ തന്നെ കോൾ വിളിക്കുന്ന സമയത്തും സ്ക്രീൻ ഓഫ് ആവേണ്ടതാണ് ചെവിയിൽ വെക്കുന്ന സമയത്ത്. ചില സമയത്തൊന്നും വർക്ക് ആവുന്നില്ല. പ്രോക്സിമിറ്റി സെൻസർ കറക്റ്റായിട്ട് മര്യാദയ്ക്ക് വർക്ക് ആകുന്നില്ല എന്നൊരു പ്രശ്നം ഫോൺ വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിൽ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങളൊന്നും ഈ ഫോണിനകത്ത് വന്നിട്ടില്ല. വരേണ്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സംഭവിച്ച ആ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് സംതൃപ്തനല്ലാതായിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് റേഞ്ച് പിടിക്കുന്നില്ല. റേഞ്ച് പിടിക്കുന്നത് ശകലം പോലും പിടിക്കുന്നില്ല. ഫോൺ ഉപയോഗിക്കാനേ പറ്റാത്ത കണ്ടീഷനായിപ്പോയി. പിന്നെ എനിക്ക് വൈഫൈ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കോൾ വിളിക്കാൻ വേണ്ടി വേറെ ഫോണുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിം എടുത്ത് വേറെ ഫോണിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് റെഡ്മി 9 പവർ. ജസ്റ്റ് ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ബൈ.